ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാന്യനായിരിക്കുന്ന മാത്തുക്കുട്ടിയച്ഛൻ, ഒന്നിരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു വെള്ളിയാഴ്ച കൂടി ദേവാലയത്തിലേക്ക് കടന്നു വന്ന ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്കായി നൽകിയ എല്ലാ കൃപകളെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. ബഹുമതിപൂർവം ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് വന്ന എൻ്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴുള്ള പ്രാർത്ഥന എന്നതാ? പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പ്രാർത്ഥന ഉണ്ടാകണമല്ലോ. പള്ളിക്കുള്ളിലേക്ക് കയറുമ്പോൾ ഉള്ള പ്രാർത്ഥന, ബഹുമതിപൂർവം ഞാൻ നിൻ്റെ ആലയത്തിലേക്ക് വന്ന എൻ്റെ നേർച്ച കാഴ്ചകളെ നിനക്ക് സമർപ്പിക്കുമെന്നാണെങ്കിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ യാതൊരു അവകാശവുമില്ല. എങ്കിലും എൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: തമ്പുരാനെ, അടുത്ത ബലിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പടികൾ നടന്നു കയറുവാൻ എനിക്ക് ഒരവസരം കൂടി അവിടുന്ന് നൽകണമേ. ഈ ദേവാലയത്തിൻ്റെ പടികൾ നടന്നു കയറുവാനായിട്ട് ഒരവസരം കൂടി എനിക്ക് തരണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ ദേവാലയത്തിൻ്റെ പടികളൊക്കെ ഇറങ്ങുന്നത്. അവകാശം തരേണ്ടുന്നത് ആരാ? യാതൊരു ഉറപ്പുമില്ല. എങ്കിൽ തന്നെയും തമ്പുരാനെ ഒരു തവണ കൂടി ഈ ദേവാലയത്തിൻ്റെ പടികളെ നടന്നു കയറുവാൻ തക്കവണ്ണമുള്ള അവകാശത്തെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ പടികൾ ഇറങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം എത്ര ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. അനേകം അനേകം പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യ ഇടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ അസ്ഥികൾ ഉൾക്കൊള്ളുന്ന ദേവാലയത്തിൻ്റെ സുഗന്ധം വീശുന്ന പടികൾക്ക് മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഇവിടെ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുകയില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മതിയാവുകയുള്ളൂ. ഒത്തിരി കണ്ണുനീരും ഒത്തിരി പ്രയാസവും ഒത്തിരി സങ്കടത്തോടും കൂടിയാണ് ഈ ദേവാലയത്തിനുള്ളിലായിരിക്കുന്ന എല്ലാവരും കടന്നു വന്നിരിക്കുന്നത്. ആരോടും പറയാൻ പറ്റാത്ത ഒത്തിരി സങ്കടമില്ലേ? ചേർത്ത് നിർത്തിയവൊക്കെ മാറ്റി നിർത്തിയ വേദനകൾ ഒത്തിരി ഉള്ളിലില്ലേ? ഇത്ര നാള് അധ്വാനിച്ചിട്ട്, ഇത്ര നാള് കഷ്ടപ്പെട്ടിട്ട്, ഇത്രത്തോളം സ്നേഹം കൊടുത്തിട്ട് ഒരു തരിമ്പ് സ്നേഹം പോലും തിരിച്ചു കിട്ടാത്ത, ഒത്തിരി ആഗ്രഹിച്ചിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ പടിവാതിക്കിലേക്ക് പോലും കടന്നു വരുവാൻ സാധിക്കാത്ത, ഒത്തിരി ചേർത്ത് നിർത്തിയിട്ടും അകന്നുപോയ ഒത്തിരി ബന്ധങ്ങളുള്ള ഒത്തിരി പ്രാർത്ഥനകൾ ഇന്ന് ഈ ദേവാലയത്തിനുള്ളിൽ മുഴുകുന്നുണ്ട്. ദൈവത്തിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചൊരു ബോധ്യവും വിചാരവും ഉണ്ടെന്ന് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകട്ടെ. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് തമ്പുരാൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഒക്കെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വേർതിരിച്ചവനാണ് തമ്പുരാൻ. അതുകൊണ്ട് ഇവിടെയായിരിക്കുമ്പോൾ ഒരല്പസമയം വചന കേൾവിക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിച്ചു കൊള്ളട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ വല്യപ്പച്ചനുമൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഒരു അമ്മൂമ്മ കഥ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടത് ഒന്നുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒരിക്കൽ ദൈവവും പത്രോസും കൂടെ ഇങ്ങനെ വൈകുന്നേരം നടക്കുവാനായിട്ട് ഇറങ്ങി. മനോഹരമായൊരു കാട്ടുപാതയിലൂടെയാണ് അവർ ഇങ്ങനെ നടന്ന് പോകുന്നത്. ഈ കാട്ടുപാതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗ്രാമവും പട്ടണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വഴിയാണ് ഈ പാത. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷകളും ഒത്തിരി സ്വപ്നങ്ങളും ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി ആവശ്യങ്ങളുമായിട്ടൊക്കെ കാളവണ്ടി നിറയെ സാധനങ്ങളുമായിട്ട് ഈ പട്ടണത്തിൽ ചെന്ന് വിൽക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരി കാളവണ്ടികൾ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വരുന്നുണ്ട്. പട്ടണത്തിൽ നിന്ന് ഒരു ചെറുചിരിയോടെ പുഞ്ചിരിയോടെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വിറ്റ് തീർന്ന സന്തോഷത്തോടെ, ആഗ്രഹിച്ചതിലധികം ലാഭം കിട്ടിയ ആനന്ദത്തോടെ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് അടുത്ത വരവിനായിട്ട് ഒരുങ്ങി യാത്ര ചെയ്യുന്ന കാളവണ്ടികളെയും കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട്
ആരൊക്കെയാണ് യാത്ര ചെയ്യുന്നേ? ദൈവവും പത്രോസും കൂടെ യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നാട്ടുവഴിയാണ്, കാട്ടുവഴിയാണ്, ചെളി പൊതിഞ്ഞു കിടക്കുന്ന വഴിയാണ്. അങ്ങനെ അവർ യാത്ര തുടങ്ങി. യാത്രയുടെ കുറച്ചു ഭാഗം പിന്നിടുമ്പോൾ ഒരു കാളവണ്ടി ഇങ്ങനെ ചെളിയിൽ പൊതിഞ്ഞ്, എൻ്റെ ചക്രങ്ങളൊക്കെ ചെളിയിൽ പൊതിഞ്ഞ് നീങ്ങുവാൻ തക്കവണ്ണം സാധിക്കാതെ കിടക്കുന്നത് കണ്ടു. പത്രോസിന് വല്ലാത്ത സങ്കടം തോന്നി. കർത്താവിനെ കൂട്ടുവിളിച്ചു, കർത്താവെ വാ നമുക്കൊന്ന് തള്ളിക്കൊടുക്കാം. കുറച്ചുകൂടി അടുത്ത് ചെന്നപ്പോൾ ഈ കാളവണ്ടിയിൽ ഒറ്റയാളേ ഉള്ളൂ. അയാളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുക, ശക്തമായിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കുക. പത്രോസ് പറഞ്ഞ, തമ്പുരാനെ അവിടുന്ന് അപ്പുറത്തെ സൈഡിലൊന്ന് പിടിച്ചേരെ, ഞാൻ ഇവിടെ നിന്ന് പിടിച്ചേക്കാം. അങ്ങനെ തമ്പുരാൻ മുമ്പോട്ട് നീങ്ങുമെന്ന പ്രതീക്ഷയോടുകൂടി പത്രോസ് മുമ്പോട്ട് 2 ചുവട് വെക്കുമ്പോൾ തമ്പുരാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് നിൽക്കുക, നമുക്ക് അങ്ങേയറ്റം പോയിട്ടൊന്ന് മടങ്ങി വന്നിട്ട് ഇതൊന്ന് ചെയ്തു കൊടുക്കാം. അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു. പത്രോസിന് സങ്കടമായി. കർത്താവ് ഇങ്ങനെ തള്ളി ആ മനുഷ്യൻ പ്രയാസപ്പെടുന്നത് കണ്ടിട്ട് കർത്താവിനൊന്ന് സഹായിക്കുവാനായിട്ട് മനസ്സ് തോന്നിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഈ മനുഷ്യൻ പത്രോസ് സങ്കടത്തോടു കൂടി മുമ്പോട്ട് നീങ്ങി. അങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോൾ വീണ്ടും ഒരു കാളവണ്ടി ചെളിയിൽ പൊതിഞ്ഞ ചക്രങ്ങളൊക്കെ വല്ലാതെ ചെളിയിലാണ്ട് കിടക്കുന്ന കണ്ടിട്ട് പത്രോസ് പറഞ്ഞു, ദേ അടുത്ത വണ്ടി, നമുക്ക് പോയി ഇതൊന്ന് തള്ളിക്കൊടുത്ത ആ മനുഷ്യനെ ഒന്ന് സഹായിക്കാം. കുറച്ചുകൂടി അടുത്ത് ചെന്നപ്പോൾ കാണുവാനായിട്ട് സാധിച്ചു, ഈ മനുഷ്യൻ കാളവണ്ടി നിന്നിറങ്ങിയ ഇതിൻ്റെ ഉടമസ്ഥൻ വണ്ടി തള്ളുകയല്ല, മറിച്ച് 2 മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക, കർത്താവെ അവിടുന്ന് വന്നൊന്ന് സഹായിക്കണം, ഈ വണ്ടി ഒന്ന് കരയ്ക്ക് കയറ്റാനായിട്ട് എന്നെ സഹായിക്കണം. പത്രോസ് പറഞ്ഞു, നല്ല ദൈവഭക്തിയുള്ള മനുഷ്യൻ, ദൈവത്തെ അറിയുന്ന മനുഷ്യൻ, നമുക്ക് വന്ന് ഇദ്ദേഹത്തെ ഒന്ന് സഹായിക്കാം. തമ്പുരാൻ വീണ്ടും ഇവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ ഒന്ന് നിൽക്കുക, നമുക്ക് അങ്ങേയറ്റം വരെ പോയിട്ടൊന്ന് തിരിച്ചു വരാം. ഇങ്ങനെ വീണ്ടും നിരാശയോടുകൂടി പത്രോസ് തമ്പുരാനോടുകൂടി മുമ്പോട്ട് നടക്കുക. കുറച്ചുകൂടി ചെന്നപ്പോൾ 3ാമതൊരു വണ്ടി കണ്ട് ആ വണ്ടിയും ഇതുപോലെ ചെളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുക. ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ മനുഷ്യൻ ഒരു കൈ കൊണ്ട് തള്ളുകയും ഒരു കൈ ഉയരുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പത്രോസിന് മനസ്സിലായി കർത്താവ് പിന്നെയും പറ്റിക്കുക. അതുകൊണ്ട് തമ്പുരാൻ പറയുന്നതിന് മുമ്പ് പത്രോസ് പറഞ്ഞു, കർത്താവെ നമുക്കിവിടെ നിൽക്കേണ്ട, നമുക്ക് അവിടം വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ മനുഷ്യനെ സഹായിക്കാം. പത്രോസ് തമ്പുരാൻ അവൻ്റെ കൈക്ക് പിടിച്ചിട്ട് പത്രോസിന് പറഞ്ഞു, ഇല്ല, ഇതാണ് സഹായിക്കേണ്ടുന്ന ഇടം, ഇതാണ് സഹായിക്കേണ്ടുന്ന ഇടം. അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുവന്റെ അടുക്കിലേക്ക് തമ്പുരാൻ ഇറങ്ങി വന്ന കാളവണ്ടി തള്ളി അവനെ സഹായിച്ചു എന്ന് ഈ ചെറിയ അമൂമ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കും അധ്വാനത്തിനും ഒത്തിരിയേറെ പ്രാധാന്യമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യം ഇവിടെ നാം വായിക്കുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ട്? ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെയാക്കി. എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചത്? അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്താ? ഏദൻ തോട്ടത്തിൽ വേല ചെയ്യണം, അധ്വാനിക്കണം. 2, അവനെ സംരക്ഷിക്കണം, ഏദൻ തോട്ടത്തെ സംരക്ഷിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ ഈ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ച് അവിടെയാക്കിയത്. ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സംരക്ഷിക്കുവാനും. ഇങ്ങനെ സംരക്ഷിക്കുവാനും വേല ചെയ്യുവാനും ആക്കിയിരിക്കുന്ന മനുഷ്യൻ ഓടിക്കിതച്ച് വല്ലാതെ അണച്ച് പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുമ്പോൾ, അധ്വാനിക്കാതെ പ്രാർത്ഥന മാത്രമായിട്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയില്ലാതെ അധ്വാനമായിട്ട് മാത്രം ഇരിക്കുമ്പോൾ, മുമ്പ് കേട്ട അമ്മൂമ്മ കഥ നമ്മളോട് പറയുന്നുണ്ട്, ചില അധ്വാനവും അതിനോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മോട് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്, നിങ്ങളിങ്ങനെ ജോലി ചെയ്ത് പ്രയാസത്തിലാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിലെ വേദനകൾ വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ അധ്വാനഭാരം വല്ലാതെ കൂടുമ്പോൾ നിങ്ങൾ എവിടെ വരണം? എവിടെ വരണം? നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അവിടെ ഓരോ ദേവാലയത്തിലേക്കും കടന്നു വരുന്ന ആളുകളുടെ ഹൃദയങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ
എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ചിന്തകളെ ഒന്നെടുത്ത് പരിശോധിക്കുമ്പോൾ കണ്ണുനീരിൻ്റെ നനവോടുകൂടിയ നാം ഇവിടെ ആയിരിക്കുന്നേ അല്ലേ? എത്ര രോഗങ്ങളുണ്ട്, എത്ര പ്രയാസങ്ങളുണ്ട്, എത്ര ബുദ്ധിമുട്ടുകളുണ്ട്. ജീവിതത്തിൽ നേടണമെന്നാഗ്രഹിച്ചിട്ടും ഇതുവരെ കിട്ടാത്ത എത്ര എത്ര അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക അല്ലേ? കണ്ണുനീരിൻ്റെ നനവോടും ആകുലതകളോടും വേദനകളോടും പ്രയാസങ്ങളോടും ദുഃഖങ്ങളോടും ഈ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഭാരങ്ങളെ ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ഒരുവൻ്റെ ആലയത്തിലാണ് നമ്മളിരിക്കുന്നത്. ആ പ്രാർത്ഥനയെ ജീവശാസ്ത്രമായി കാണിച്ചു തന്ന ഒരു പരിശുദ്ധ പിതാവിൻ്റെ കബറിടത്തിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനി പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താ? പ്രാർത്ഥന എന്നത് ബാല്യത്തിലെ ഉത്സാഹമാണ്. ബാല്യത്തിലെ ഉത്സാഹമാണ്, യൗവനത്തിലെ ആശ്രയമാണ്, വാർദ്ധക്യത്തിലെ സമാധാനമായി. ഇതിൽ ആദ്യത്തെ ഒരു കാര്യം നമ്മളോട് കൂടെയുണ്ട്, ബാല്യത്തിലെ ഉത്സാഹം. ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പള്ളിയിൽ കയറുവാനും OVBS പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും വൈകുന്നേരം വീടുകളിലൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കുമ്പോൾ ആദ്യം പായ എടുത്തുകൊണ്ട് വരുന്ന ആരാന്നറിയാമോ? ആരെ? ഈ കുഞ്ഞുങ്ങളാണ്. ആദ്യം ഓടിപ്പോയി പ്രാർത്ഥിക്കാൻ മകനെ, പ്രാർത്ഥിക്കാൻ മോനെ, മോളെ എന്ന് പറയുമ്പോൾ ഇവൻ ആദ്യം ഓടിപ്പോയി പായ എടുത്തുകൊണ്ട് വന്ന് വിരിച്ചിട്ട് കൈയെത്തുന്ന ഇടത്താണ് പുസ്തകമെങ്കിൽ ആ പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് എവിടെ വന്നിരിക്കും? പ്രാർത്ഥിക്കുവാനായിട്ട് പായിൽ വന്നിരിക്കും. കുറച്ചുകൂടി ഒന്ന് വളർന്നു കഴിയുമ്പോൾ, പൊടിമീശയൊക്കെ ഒന്ന് കിളിർത്ത് തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അന്ന് പായെടുക്കാൻ ഓടിയ പയ്യൻ ഇന്നെന്ത് പറയും? ഇന്നെന്ത് പറയും? അപ്പൻ പ്രാർത്ഥിച്ചോ, അമ്മ പ്രാർത്ഥിച്ചോ, എനിക്ക് ഇച്ചിരി കൂടെ പണിയുണ്ട് അല്ലേ, എനിക്ക് ഇച്ചിരി കൂടെ പണിയുണ്ട്, ഞാൻ അങ്ങ് വന്നേക്കാം. ബാല്യത്തിലെ എന്താണെന്ന് പറഞ്ഞേ? ഉത്സാഹം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു യൗവനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നേ. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വിശുദ്ധ ബലി നടക്കുമ്പോൾ എത്ര യൗവനക്കാരാ പള്ളിക്കുള്ളിലുള്ളത്? ഈ കുഞ്ഞുങ്ങളൊക്കെ ഓടി പള്ളിയുടെ മുമ്പിൽ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് കൂടി വന്ന് നിൽക്കുമ്പോൾ, യൗവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ യൗവനക്കാരൊക്കെ ആ ഉത്സാഹം നഷ്ടപ്പെട്ട് എവിടെയാ ആശ്രയം കണ്ടെത്തുന്നേ? മതിലിന്റെ മേളിൽ ചെടിച്ചട്ടി വെച്ചേക്കുന്ന പോലെയാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെ കയറിയിരിക്കുന്നതെന്ന് അറിയാമോ? പള്ളിയുടെ മതിലിലും സെമിത്തേരിയിലുമൊക്കെ. എല്ലാ പള്ളിയിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചിലയിടങ്ങളിലെങ്കിലും പള്ളിക്കുള്ളിൽ കയറാൻ മടിക്കുന്ന യൗവനക്കാരുടെ എണ്ണം വല്ലാതെ കൂടുക. മൂന്നാമതായിട്ട് വരുമ്പോൾ വാർദ്ധക്യത്തിലെ സമാധാനം. എന്തെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടോ? സമാധാനം കിട്ടുന്നുണ്ടോ? പരിശുദ്ധനായ പരിമല തിരുമേനി പറഞ്ഞിരിക്കുന്നു, ബാല്യത്തിലെ ഉത്സാഹമാണ് പ്രാർത്ഥന, യൗവനത്തിലെ ആശ്രയമാണ് പ്രാർത്ഥന, വാർദ്ധക്യത്തിലെ സമാധാനമാണ് പ്രാർത്ഥന എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിതം കൊണ്ട് കാണിച്ചു തന്നു, ജീവിതം കൊണ്ട് നമ്മളോട് പറഞ്ഞു നൽകി. ഉത്സാഹം നാം ഏറെ കണ്ടു, പക്ഷെ യൗവനത്തിലെ ആശ്രയം നഷ്ടപ്പെട്ട് പിന്നീട് നാം മടങ്ങി വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വാർദ്ധക്യത്തിലെ സമാധാനം. പക്ഷെ അപ്പോഴേക്കും നാം ആരെപ്പോലെ ആകുമെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ നാണയത്തെ പോലെ, അല്ലെങ്കിൽ മുടിയനായ പുത്രനെ പോലെ ജീവിതത്തിൻ്റെ നല്ല സമയം, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം ദുർനടപ്പുകാരനായി, ദൈവത്തെ അറിയാത്തവനായി, ദൈവമില്ലാത്തവനായിട്ട് മാറ്റപ്പെട്ടു പോകുന്ന ഒത്തിരി തലമുറകൾക്ക് മുമ്പിലേക്ക് നാം വീണു പോകുന്നവരായി മാറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ തലമുറയിൽ വിശ്വാസത്തിൻ്റെ ആഴമൊക്കെ വല്ലാതെ കുറഞ്ഞു വരിക, പള്ളി വരുന്നവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു വരിക അല്ലേ? ഞാൻ ഓർക്കുകയാണ്, ദേവാലയത്തിൽ വലിയ വലിയ ദേവാലയങ്ങളൊക്കെ വെക്കുമ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനി മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ. എന്താ കാരണമെന്നറിയാമോ? എന്താ കാരണം? ഇവിടെയെങ്ങും ആരുമില്ല, ഇവിടെയെങ്ങും ആരുമില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രായമുള്ള ചട്ടയും മുണ്ടും ഒക്കെ ഇട്ടിരുന്ന അമ്മച്ചിമാരുടെ കാലഘട്ടം, ഒരു കാലഘട്ടത്തിൽ അവർ മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? വെള്ളയും ഒക്കെ ഇട്ട് നല്ല ശുഭ്രവസ്ത്രധാരികളായിട്ട് നല്ല പ്രാർത്ഥനയോടുകൂടി. എത്ര മണിക്കാണ് വരുന്നേ? എത്ര മണിക്കാണ് അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥന വരുന്നേ? 6:30 നമസ്കാരം തുടങ്ങുന്നെങ്കിൽ അച്ഛൻ 6:20 എത്തുവാണെങ്കിൽ ആ അമ്മച്ചിമാരൊക്കെ 6:15 എവിടെ എത്തുമെന്നറിയാമോ? 6:15 പള്ളിയിലെത്തും അല്ലേ? ഇപ്പോഴും ചില ദേവാലയങ്ങളിലൊക്കെ
6:15 6:30 നമസ്കാരം തുടങ്ങുന്നിടത്ത് 6:15 എത്തുന്ന അപ്പച്ചന്മാർ പ്രത്യേകം ഓർക്കണം. ആരൊക്കെയുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വാസ്തവം. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ എപ്പോഴാണ് വരുന്നേ? ആദ്യം കൈമുത്തം വരുന്ന ആരാന്നറിയാമോ? ആദ്യം കൈമുത്തം വരുന്ന ആരാ? 9 മണിക്ക് വിശുദ്ധ കുർബാന അവസാനിക്കുമെങ്കിൽ 8:50 പള്ളിയിൽ ഓടിക്കതച്ചെത്തുന്നവനാ. കാറ്റെതിലേക്ക് വീശുന്നുവോ എവിടേക്ക് പോകുന്നു എന്ന് അറിയാത്തതുപോലെ ഏതെങ്കിലും വാതിലിൽ കൂടി കടന്നു വന്ന് ആദ്യം മുമ്പിൽ വന്ന് കൈമുത്താൻ നിൽക്കുന്നത് ആരാ? ഈ 8:50 വരുന്നവരാ. തീഷ്ണത നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് കാലത്ത് വീടുകളിൽ എത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു? ഈ പ്രായമുള്ള അപ്പച്ചനോടും അമ്മച്ചോടൊക്കെ ചോദിച്ചാൽ അവൾ വളരെ കൃത്യമായിട്ട് പറയും, 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ് മക്കളെ മടിയിലിരുത്തി പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു, അല്ലേ? അതിരാവിലെ തിരുസന്നിധിയിൽ അണയുന്നു തേജസ്സവിധ എന്ന് പറഞ്ഞുകൊണ്ട് പാടുന്ന പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് ഇന്ന് എത്ര വീടുകളിൽ ആ പാട്ട് കേൾക്കാൻ സാധിക്കും? വൈകുന്നേരം 6 മണിക്ക് തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, ഒരു ക്രിസ്ത്യാനി സമൂഹം, ഒരു നസ്രാണി സമൂഹം ഈ ദേശത്തുണ്ടായിരുന്നു. ഇന്ന് എത്ര മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എത്ര മണിക്കാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ സമയത്തിനനുസരിച്ച, അല്ലേ? വൈകുന്നേരവും രാത്രിയും കൂടിച്ചേരുന്ന സന്ധ്യയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയെ ജീവശ്വാസമായി കണ്ട ഒരു പുണ്യപിതാവിന്റെ കബറിടത്തിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത്. അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിരുന്ന് കട്ടിലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഒരു പുണ്യപിതാവിന്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത്. പാതിരാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തെ ആരാധിച്ച, ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ച ഒരു പുണ്യപിതാവിന്റെ സന്നിധിയിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇവിടെയായിരിക്കുമ്പോൾ ഒരു ചെറിയ കുത്തൽ എനിക്കും നിങ്ങൾക്കും തോന്നണ്ടേ? നമുക്ക് എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് എത്ര ഉപവസിക്കാനായിട്ട് പറ്റുന്നുണ്ട്? നമുക്ക് എത്ര നോമ്പ് അനുഷ്ഠിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്? നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ ഏറെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നാം യാത്രയാകുന്നത്. ആമുഖത്തിൽ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ ഓർമ്മിച്ചതുപോലെ ദുരുക്കത്തിൻ്റെ കാലഘട്ടമാണ്. എവിടേക്കുള്ള യാത്രയുടെ? കാൽവറിയിലേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിൻ്റെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. തിങ്കളാഴ്ച മുതൽ നോമ്പിലേക്ക് നാം പ്രവേശിക്കുക, അല്ലേ? ഞായറാഴ്ച സന്ധ്യ മുതൽ ഒരു വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുക. ഇതുവരെയുള്ള പ്രാർത്ഥനകൾ പോരാ, ഇതുവരെയുള്ള നോമ്പ് പോരാ, ഇതുവരെയുള്ള ഉപവാസം പോരാ. ദൈവത്തോടൊന്ന് കൂടുതൽ അടുക്കുവാനുള്ള, ദൈവത്തെ ഒന്ന് കൂടുതൽ അന്വേഷിക്കുവാനുള്ള സമയത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഇതുവരെയുള്ള പ്രാർത്ഥനകൾ പോരാ, കുറച്ചുകൂടി ഒന്ന് പ്രാർത്ഥിക്കണം, കുറച്ചുകൂടി ഒന്ന് തീഷ്ണമായിട്ട് ഉപവസിക്കണം, കുറച്ചുകൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് നോമ്പ് അനുഷ്ഠിക്കണം. ഒരല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്ന താക്കോൽ വാക്യം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിനെന്ന യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിൻ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. ഈ പരിശുദ്ധമായ ഒരു നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഏറെ ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള വാക്യം ഇപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും, എപ്പോഴെങ്കിലും, ഈ നിമിഷമെങ്കിലും ദൈവത്തിലേക്ക് തിരിയുവാൻ, ഈ നിമിഷമെങ്കിലും ദൈവത്തിലേക്കൊന്ന് ചിന്തിക്കുവാൻ, പരിശുദ്ധമായ
നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ നമുക്ക് ഇടയാകണം. ഓരോ നോമ്പും നമ്മളോട് പറയുന്നുണ്ട്, ഇതൊരൊരുക്കത്തിൻ്റെ കാലഘട്ടമാണ്, ഉപവസിക്കുവാനുള്ള കാലഘട്ടമാണ്. ഉപവാസം എന്ന വാക്കിനർത്ഥം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? എന്താ ഉപവാസം? ഉപവാസം എന്താ? രാവിലെ മുതൽ അല്ലെങ്കിൽ ഉച്ച വരെ, വൈകിട്ട് വരെ, അല്ലെങ്കിൽ 3 മണി വരെ ഒന്നും കുടിക്കാതെയും ഒന്നും തിന്നാതെയും ഇരിക്കുന്നതിന് വിളിക്കുന്ന പേരാ എന്താ? അല്ലേ? രാവിലെ മുതൽ ഉച്ച വരെ, വൈകിട്ട് വരെ, 3 മണി വരെ ഒന്നും കുടിക്കാതെയും ഒന്നും തിന്നാതെയും ഇരിക്കുന്നതിനെ നാമം വിളിക്കുന്ന പേരാ ഉപവാസം. എന്നാൽ ഉപവാസം എന്ന വാക്കിന് മറ്റൊരർത്ഥം പിതാക്കന്മാർ നൽകുന്നുണ്ട് കേട്ടോ. ഉപ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ ഉപ? കൂടെ, ഒരുമിച്ച്, വാസം അല്ലേ? കൂടെ വസിക്കുക. ആരുടെ കൂടെ വസിക്കാനാ? ഉപവാസം എന്ന വാക്കിനർത്ഥം പട്ടിണി കിടക്കുന്നതോ, ഭക്ഷണം ഒഴിവാക്കുന്നതോ, വെള്ളം കുടിക്കാതിരിക്കുന്നതോ അല്ല. അതിനർത്ഥം എന്താണെന്ന് അറിയാമോ? എല്ലാം മറന്ന് ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിന് വിളിക്കുന്ന പേരാ ഉപവാസം. എല്ലാം മറന്ന് ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിന് വിളിക്കുന്ന പേരാ ഉപവാസം. നമ്മുടെ ഉപവാസം എങ്ങനെയാ? നമ്മുടെ ഫാസ്റ്റിംഗ് എങ്ങനെയാ? രാവിലെ 3 ഗ്ലാസ് ചായ കുടിക്കും അല്ലേ? രാവിലെ 3 ഗ്ലാസ് ചായ കുടിക്കും. ഉപവാസം ആയതുകൊണ്ട് ചായ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം കുടിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ദൈവമേ എന്ന് വിളിക്കും. എന്നതിനുമപ്പുറം ഉപവാസം എന്ന വാക്കിനർത്ഥം ഉപവാസം, ദൈവത്തോടുകൂടെ ഇരിക്കുക. അതിനർത്ഥം പള്ളിയിൽ തന്നെ ഇരിക്കണം എന്നല്ല, മറിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഒക്കെ ദൈവത്തോട് കൂടെ കൊണ്ട് നടക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഉപവാസം. എന്താ നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? നോമ്പെന്ന് പറഞ്ഞാൽ എന്താ? ഈ പഴയ മലയാളത്തിലെ, ഈ അമ്മച്ചിമാരുടെ കാലഘട്ടത്തിലിരിക്കുന്ന ആ എഴുതി വെച്ചിരിക്കുന്ന പഴയ ലിപിയിൽ നോമ്പ് എന്ന് എഴുതുന്നതിന് പകരം ചിലയിടങ്ങളിലൊക്കെ നൊയ് അൻപ് എന്ന കണ്ടേക്കുന്നേ. എന്താ? നൊയ് അൻപ. നൊയ് എന്ന് പറഞ്ഞാൽ വേദന, സഹനം എന്നൊക്കെ അർത്ഥം. അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം. സഹനത്തോടുകൂടിയുള്ള ദൈവത്തോടുള്ള സ്നേഹത്തിന് വിളിക്കുന്ന പേരാ എന്ത്? ചില ത്യാഗങ്ങൾ സഹിച്ച്, ചിലത് വേണ്ട എന്ന് പറഞ്ഞ്, ചിലതൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തെ അന്വേഷിക്കുന്നതിന് വിളിക്കുന്ന പേരാ നോമ്പ്. നമ്മുടെ ഉപവാസം, നമ്മുടെ നോമ്പ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ടോ? നമ്മളൊക്കെ നോമ്പ് എടുക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ? മീൻ കൂട്ടുന്നില്ല, ഇറച്ചിയും കൂട്ടുന്നില്ല, മുട്ട കൂട്ടുന്നില്ല, ചായ കുടിക്കുന്നില്ല, മോര് കുടിക്കുന്നില്ല. അച്ഛൻ ഞങ്ങൾ നോമ്പ. ഉപവസിക്കുന്നുണ്ടോ? ഉണ്ടച്ഛ. രാവിലെ 1 ഗ്ലാസ് ചായ ഒഴികെ വേറെ ഒന്നും. ചില ആളുകൾ അതും ഇല്ല, രാവിലെ മുതൽ ഉച്ചവരെ പട്ടിണിയിരിക്കും. ഉപവസിക്കുന്നുണ്ടോ? ഉപവസിക്കുന്നുണ്ടോ? എന്നാൽ ആയുർവേദത്തിൽ ഇതിനെ പദ്യം എന്ന് പറയും. എന്താ? നോമ്പെന്നല്ല പറയുന്നത്. എന്താ? കഷായം കുടിക്കുമ്പോൾ അതിന് പ്രയോജനം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ചിലതൊക്കെ ഉപേക്ഷിക്കണം. ഈ നോമ്പെടുക്കാത്ത ആൾക്കാർ പറയുന്ന എക്സ്ക്യൂസ് അകത്തേക്ക് പോകുന്നതല്ല. എന്താ പറയുന്നേ? അച്ഛൻ ഇച്ചിരി ഭക്ഷണമൊന്നും കഴിച്ചത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം അകത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. പിന്നെന്താ? ഈ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ചിലതുണ്ടല്ലോ, അതല്ലേ അച്ഛാ മനുഷ്യനെ അശുദ്ധമാക്കുന്നേ? കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നേ അങ്ങനല്ലേ അച്ഛാ? അകത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, മറിച്ച് പുറത്തേക്ക്. അതുകൊണ്ട് അകത്തേക്ക് എന്തും കഴിക്കാം, പുറത്തേക്ക് വരുന്നതൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഒരുപോലെ ശുദ്ധമാകുന്നതിനെയാണ് നാം എന്തെന്ന് വിളിക്കുന്നത് അല്ലേ? ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടുന്നത് ഒഴിവാക്കുവാനും, നമ്മുടെ ഉള്ളിൽ അതുവരെയുള്ള നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവത്തോടു കൂടി നടക്കുവാൻ സാധിക്കുന്നതിന് വിളിക്കുന്ന പേരാ നോമ്പ്. നമ്മൾ 50 നോമ്പിന്റെ തുടക്കത്തിൽ നമ്മുടെ കുശുമ്പും നമ്മുടെ കുന്നായ്മയും നമ്മുടെ ദുഷ്ടതയും നമ്മുടെ വേണ്ടാത്തരങ്ങളൊക്കെ എടുത്ത് പെട്ടിയിലിട്ട് അടച്ച് പൂട്ടിവെക്കും. എന്നെടുക്കാനാ? ചില വഴക്കൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങോട്ടുണ്ടോയെന്ന് അറിയത്തില്ല. എൻ്റെ നാട്ടിലൊക്കെ ഈ നോമ്പെടുക്കുന്നവർ വഴക്ക് കൂടുമ്പോൾ പറയുന്നൊരു പതിവ് ചൊല്ലുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ നോമ്പായത് നിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ നോമ്പായത് നിന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തന്നെ. ഇതൊക്കെ എപ്പോൾ എടുക്കാനാണെന്നറിയാമോ? 50 നോമ്പ് കഴിഞ്ഞ് ഈസ്റ്ററിന്റെ പിറ്റേന്ന്
ഈ 50 ദിവസം മുമ്പ് അടക്കി വെച്ച പൂട്ടിവെച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതാ ഏതാ? നമ്മുടെ കുശുമ്പ്, നമ്മുടെ ദുഷ്ടചിന്തകൾ, നമ്മുടെ കൊള്ളരുതായ്മകൾ. ഇതൊക്കെ നമ്മൾ എവിടെ അടക്കി വെച്ചേക്കോ? ഈ പെട്ടിക്കകത്തിട്ട് അടക്കി വെച്ചേക്കും. നമുക്കറിയാം 50 ദിവസം മുമ്പ് കുറച്ച് മുന്തിരിങ്ങ എടുത്ത് ഇച്ചിരി അച്ഛൻ വീഞ്ഞുണ്ടാക്കാൻ പഠിപ്പിക്കുമെന്നല്ല കേട്ടോ, നാളെ അത് പരാതിയാവരുത്. ഇച്ചിരി മുന്തിരിങ്ങ എടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 50 ദിവസം എടുക്കുമ്പോൾ അതിന് എന്ത് മാറ്റം ഉണ്ടാവും? എന്ത് മാറ്റം ഉണ്ടാവും? ഇട്ട മുന്തിരി അതുപോലെയാണോ കിട്ടുന്നത്? ആണോ? അല്ല, കുറച്ചുകൂടി വീര്യമുള്ളതായിട്ട്, കുറച്ചുകൂടി തലയ്ക്ക് പിടിക്കുന്നതായിട്ട്, കുറച്ചുകൂടി മത്ത് പിടിപ്പിക്കുന്നതായിട്ട് അത് മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ഈ നോമ്പും നമ്മളോട് പറയുന്നുണ്ട്, ഇത് അടച്ചു വെക്കാനാണെങ്കിൽ ഈ ഞായറാഴ്ച അടച്ചു വെക്കാൻ പോകുന്ന നമ്മുടെ ഉള്ളിലെ കൊള്ളരുതായ്മകളുണ്ടല്ലോ, അത് 50 ദിവസം കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എന്തുമായിട്ട് മാറ്റപ്പെടുമെന്നറിയോ? ഇതുവരെ ഇല്ലാത്തതുപോലെ, ഇതുവരെ കണ്ടതുപോലെ അല്ലാത്ത കുറച്ചുകൂടി ദുഷ്ടതയിലേക്ക് നാം മാറ്റപ്പെടും. അതുകൊണ്ട് നോമ്പ് പറയുന്നത് ഇത് അടച്ചു വെക്കാനുള്ളതല്ല, ഇത് മാറ്റിവെക്കാനുള്ളതല്ല, ഇത് ഉപേക്ഷിക്കാനുള്ളതാണ്, ദൈവത്തോടു കൂടെ നടക്കുവാനായിട്ട് ഉള്ളതാണ്. നോമ്പെന്ന വാക്കിനർത്ഥം, ലെൻറ്റ് എന്ന വാക്കിനർത്ഥം വെളിച്ചമെന്ന് കൂടിയുണ്ട്. ഓരോ നോമ്പെടുക്കുമ്പോഴും നമ്മളോട് പറയുന്നുണ്ട്, ചില വെളിച്ചത്തെ ഉള്ളിലേക്ക് ഒന്ന് ചേർത്ത് നിർത്തണം, ചില വെളിച്ചത്തെ ഉള്ളിലേക്കൊന്ന് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നോമ്പ് ഒരു വലിയ ആയുധമാണ്. എന്തിനുള്ള ആയുധമാണെന്നറിയാമോ? എന്തിനുള്ള ആയുധമാണ്? നോമ്പ് ഒരു വലിയ ആയുധമാണ്. തിങ്കളാഴ്ച, വലിയ നോമ്പിൻ്റെ തിങ്കളാഴ്ച സന്ധ്യ നാം പാടാറുണ്ട്, നാഥൻ നോമ്പേറ്റാം മരുവിൽ 40 ദിവസം, ഗലനാം സാത്താനെ വെന്നാം ദുഷ്ടൻ മേൽ വിജയം നേടാൻ നോമ്പിനെ ഞങ്ങൾ ആയുധമായി തന്നു. ഹല്ലേലൂയ, നാഥൻ ധന്യൻ. ആർക്കെതിരെ പോരാടാനുള്ള ആയുധമാണ്? ദുഷ്ടനെതിരെ പോരാടാനുള്ള ആയുധമാണ് നോമ്പ്. നമുക്കും ഈ നോമ്പ് തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകളെ അമർത്തുവാൻ, എൻ്റെ ഹൃദയത്തിൽ മുളച്ചു പൊങ്ങുന്ന ചില ദുഷ്ടതകളെ അടക്കുവാനുള്ള ആയുധമാണ് നോമ്പ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഈ ആയുധത്തിന് മൂർച്ച പോരാ. എന്താ കാരണമെന്നറിയാമോ? നമ്മൾ വേണ്ടുന്ന വിധത്തിൽ, വേണ്ടുന്ന രീതിയിൽ ഈ നോമ്പിനെ ഒന്ന് അനുഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട്, ഈ നോമ്പിന് ചില പ്രത്യേകതകളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യം, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാം വാക്യം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നാം വായിക്കുന്ന ഒരു വേദവാക്യം, തമ്പുരാൻ 40 രാവും 40 പകലും എവിടെ ഉപവസിച്ചു എന്നാ? മരുഭൂമിയിൽ ആരും എത്താത്തടുത്ത്, ഒരു ചിന്തയും കടന്നു വരാത്തടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യത്തിലും 34-ാം അധ്യായം 28-ാം വാക്യത്തിലും നാം മോശയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആരാ മോശ? ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം വിളിച്ച് വേർതിരിച്ചവൻ. അവനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. മോശയുടെ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ അവിടെ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും 40 പകലും 40 രാവും യഹോവയോട് കൂടെ ആയിരുന്നു. അവൻ 10 കൽപ്പനയായ നിയമത്തിന്റെ വചനങ്ങൾ പലകയിൽ എഴുതി കൊടുത്തു. കൽപ്പനകൾ കൽപ്പാളികളിൽ എഴുതി വാങ്ങുവാൻ മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ ദൈവത്തോടൊപ്പം എത്ര ദിവസം ഇരുന്നു എന്ന്? 40 രാവും 40 പകലും ദൈവത്തോട് കൂടെ ഇരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇത് വായിക്കുമ്പോൾ, താഴോട്ട് വായിക്കുമ്പോൾ ഈ 40 രാവും 40 പകലും ദൈവത്തോടു കൂടിയിരുന്ന മോശയുടെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 34-ാം അധ്യായം അവിടെ 30-ാം വാക്യം 29-ാം വാക്യം മുതൽ നാം വായിക്കുന്നുണ്ട്. അവൻ തന്നോട് അരുളി ചെയ്ത നിമിത്തം തൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന് മോശ സാക്ഷ്യത്തിൻ്റെ പലക 2 കയ്യിൽ പിടിച്ചുകൊണ്ട് സീനായി പർവ്വതത്തിൽ നിന്നിറങ്ങുമ്പോൾ അറിഞ്ഞില്ല. അഹറോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ
അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവൻ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ മാറ്റം, അവൻ്റെ മുഖം ദൈവത്തെ പോലെ. നമ്മൾ എത്ര വർഷമായിട്ട് നോമ്പെടുക്കുമോ? അല്ലേ, നമ്മൾ എത്ര വർഷമായിട്ട് നോമ്പെടുക്കുന്നുണ്ട്? നമ്മൾ എത്ര വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ എത്ര വർഷമായിട്ട് ഉപവസിക്കുന്നുണ്ടോ? ഇതുവരെ ആ ദൈവത്തിൻ്റെ പ്രകാശത്തെ ഒന്ന് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ പ്രകാശത്തിൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ അറിഞ്ഞവൻ്റെ മുഖം പ്രകാശിച്ചതുപോലെ ആയിത്തീരുവാൻ ഈ നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങൾ എടുക്കുന്ന നോമ്പ്, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഉപവാസം, തമ്പുരാനെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ മുഖങ്ങളെ ശോഭിക്കുന്നതായി തീരുവാൻ, ആ ശോഭ കണ്ടുകൊണ്ട് അഹറോനും അവൻ്റെ കൂടെയുള്ളവരും മുഖം മൂടി എന്ന തിരുവചനം പറയുന്നത് പോലെ തമ്പുരാനെ, നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വരുന്ന ഞങ്ങളുടെ മുഖത്തെ ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ ചുറ്റുമുള്ളവർ ദൈവത്തിൻ്റെ വെളിച്ചത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. അവിടെ ഏലിയാവിനെ കുറിച്ചാണ് പറയുന്നത്. ഏലിയാവ് ഇങ്ങനെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ദൂതൻ വന്ന് പറയുന്നുണ്ട്, എഴുന്നേൽക്ക, തിന്നുക, കുടിക്കുക, നിനക്ക് യാത്ര ചെയ്യാനുള്ളതാ. 40 ദിവസത്തോളം നടന്ന് എവിടേക്ക് പോയെന്നാ പറയുന്നേ? ദൈവദത്തിൻ്റെ പർവ്വതമായ ഹോറേബോളം ആരെത്തി? ഏലിയാവെത്തി. ഓരോ നോമ്പും നമ്മളോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ മുമ്പോട്ട് നടക്കാനുള്ള ഊർജമാണ്, ഇത് നമുക്ക് മുമ്പോട്ട് ജീവിക്കുവാനുള്ള ഊർജമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഉപവാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ദൈവസന്നിധിയെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഉപവാസം അത് നേടിയെടുത്ത് നൽകുന്നത് അനുതാപമുള്ള ഒരു ഹൃദയമായി മാറ്റപ്പെടുവാൻ നമുക്ക് ഇടയാകട്ടെ. എന്താണ് നോമ്പ്, എന്താണ് ഉപവാസം എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കണം. ഒന്ന്, ഭക്ഷണപാനീയങ്ങൾ വെടിയുന്നത് മാത്രമല്ല നോമ്പ്. കോപത്തെ വെടിയുന്നതാകണം നോമ്പ്. നമ്മുടെ ഉള്ളിലെ അസൂയെ വെടിയുന്നതാകണം നോമ്പ്. ദുഃഖിതരിൽ സ്നേഹത്തിൻ്റെ കരകളെ പകർന്നു നൽകുന്നതാകണം നോമ്പ്. സേവ്യറിയസ് തിരുമേനി വൈദികനായിരിക്കുമ്പോൾ എഴുതിയൊരു പുസ്തകത്തിൽ നോമ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: എൻ്റെ വീട്ടിലെ അടുക്കളയിലിരിക്കുന്ന കലത്തിലെ മാവിൻ്റെ അളവ് എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. അല്ലേ, നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന കലത്തിലെ മാവിൻ്റെ അളവ് എത്രയുണ്ട്, അപ്പത്തിനുള്ള മാവിൻ്റെ അളവ് എത്രയുണ്ടെന്ന് എനിക്കറിയാൻ പറ്റും. പക്ഷെ അതിനെ നോമ്പെന്ന് വിളിക്കാൻ പറ്റുകയില്ല. നോമ്പെന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ അയലത്തെ വീട്ടിലെ അടുക്കളയിൽ ഇരിക്കുന്ന കലത്തിലെ മാവിൻ്റെ അളവ് എത്രയുണ്ടെന്ന് എനിക്കറിയാൻ സാധിക്കുമ്പോൾ അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് നോമ്പ്. എൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ വേദനകളിലേക്ക് എനിക്കൊന്ന് ഇറങ്ങി ചെല്ലുവാൻ എനിക്കിടയാകുമ്പോൾ എൻ്റെ ജീവിതത്തെ വിളിക്കുന്ന പേരാണ് നോമ്പ്. ആ നോമ്പിലേക്കൊന്ന് അടുത്ത് വരുവാൻ തക്കവിടെ നമുക്ക് സാധിക്കട്ടെ. ഇത് കാൽവറിയിലേക്ക് സഞ്ചരിക്കുവാനുള്ള ഒരു വലിയ ഊർജത്തെ പകർന്നു നൽകുന്നതാണ് ഓരോ നോമ്പും. നോമ്പും ഉപവാസവും നമ്മളോട് പറയുന്നുണ്ട്. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ നോമ്പും ഉപവാസവും നമ്മളോട് പറയുന്നുണ്ട് ദൈവത്തിലേക്ക് അടുക്കുവാൻ. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്നതായി തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള ആയുധമേതാ? നാവ്, അല്ലേ? ഒരു മനുഷ്യനെ നന്മയിലേക്കും ഒരു മനുഷ്യനെ തിന്മയിലേക്കും നയിക്കുവാൻ അത്ര ശക്തിയുള്ള ഒരു ആയുധമാണ് നാവ്. അതുകൊണ്ട് അതിന് ചുറ്റും എത്ര പല്ലുകളാണ് സംരക്ഷണം ചെയ്യുന്നത്, അല്ലേ? ചില ആളുകളോട് ചോദിച്ചാൽ വായിൽ എത്ര പല്ലുണ്ടെന്ന് വെച്ചാൽ അവർ ആദ്യം പറയുന്നത് എത്രയാണെന്നറിയാമോ? എത്ര പല്ല സാധാരണ ഒരു മനുഷ്യനുള്ളത്? ഞാൻ പറയും അതവനവൻ്റെ കയ്യിലിരിപ്പനുസരിച്ച്, അല്ലേ? വായിലെ പല്ലുകളുടെ എണ്ണം എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? അവനവൻ്റെ കയ്യിലെ ഇരിപ്പനുസരിച്ച്, ചിലയിടങ്ങളിലെങ്കിലും, അല്ലേ? കാരണം എന്താണെന്നറിയാമോ? ഈ പല്ലിനൊരു വിചാരമുണ്ട്, എൻ്റെ ചുറ്റും ആരുണ്ട്. നാവിനൊരു വിചാരമുണ്ട്, എൻ്റെ ചുറ്റും ആരുണ്ട്, അല്ലേ? വല്ല കട്ടിയുള്ള പല്ലുകൾ കൊണ്ട് സംരക്ഷണമേകുന്ന ഈ നാവ് വിചാരിക്കുന്നത് ഇതാ: എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എനിക്കൊരു കോട്ടവും സംഭവിക്കുകയില്ല. ഏറ്റവും ശക്തിയുള്ള ഒരായുധം. എന്നാൽ ഈ നോമ്പ് നമ്മളോട് പറയുന്നുണ്ട്
ഒന്ന് ചേർത്ത് നിർത്തുവാൻ നമുക്ക് ഇടയാകണം. മരിച്ചു പോകണമെങ്കിൽ ജീവനറ്റ് പോകണമെന്നില്ല. ഉണ്ടോ? മരിച്ചു പോകണമെങ്കിൽ ജീവനറ്റ് പോകണമെന്നില്ല. ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ അത്രമേ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ അതിനെയും വിളിക്കാം എന്ത്? അതിനെയും വിളിക്കാം എന്ത്? മരണം, അല്ലേ? മരിച്ചു പോകണമെങ്കിൽ നമ്മുടെ ജീവൻ നമ്മളിൽ നിന്ന് വിട്ടുപോകണമെന്നില്ല. നമ്മൾ അത്രമേൽ സ്നേഹിക്കുന്ന ഒരാൾ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നമ്മളെ ഒന്ന് മാറ്റി നിർത്തിയാൽ നാമും ആരെ പോലെയാകും? എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒന്ന് ഓർത്ത് നോക്കിയേ. ചേർത്ത് നിർത്തിയവർ വിട്ടുപോയ എത്രയോ സന്ദർഭങ്ങൾ, അല്ലേ? നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ, നമ്മുടെ വേദനകളിൽ കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചിട്ട് അവരോട് സഹായം ചോദിക്കുമ്പോൾ മാറി നോക്കാതെ, ഒന്ന് തിരിഞ്ഞു നിൽക്കാതെ പോയ നടന്നകന്ന അനേകം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ചങ്കെന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ കൂടെ നിർത്തിയ കൂട്ടുകാരാകാം, നമ്മുടെ ഹൃദയത്തോടും നമ്മൾ ചേർത്ത് നിർത്തിയ നമ്മുടെ സഹോദരങ്ങളാകാം. അങ്ങനെ വിട്ടുപോയവർ ഒത്തിരിയുണ്ട്. ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്, അല്ലേ? എന്നാൽ നോമ്പ് നമ്മളോട് പറയുന്നുണ്ട്, ഒരു നോക്കുകൊണ്ട് വാക്കുകൊണ്ടൊന്ന് ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. വാക്കുകളൊക്കെ സൂക്ഷിച്ചുപയോഗിക്കേണ്ടുന്നതാണ്. കാരണം നമുക്കത് വെറും വാക്കുകളാകാം, അല്ലേ? വാക്കുകളൊക്കെ ഒത്തിരി സൂക്ഷിച്ച് ഉപയോഗിക്കാം. അത് കേട്ടയാൾക്ക് ഒരുപക്ഷെ പൊറുക്കുവാൻ പറ്റും, പക്ഷെ മറക്കുവാനായിട്ട്, അല്ലേ? ഇനി പ്രത്യേകിച്ച് ഈ അമ്മമാരോട് ചോദിച്ചാൽ 25 വർഷം മുമ്പ് അച്ചായൻ പറഞ്ഞൊരു വാക്കും ഇപ്പോഴും നിങ്ങളുടെ, ഇനി എത്ര സന്തോഷിപ്പിച്ചാലും എന്തൊക്കെ മേടിച്ച് നൽകിയാലും എവിടൊക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞാലും 25 വർഷം മുമ്പ് 15 വർഷം മുമ്പ് അച്ചായൻ എന്നോട് പറഞ്ഞതെനിക്ക്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ ഒരു വലിയ പ്രത്യേകത. അവർ പൊറുക്കും, പക്ഷേ എന്താ? അവർ പൊറുക്കും, പക്ഷേ മറക്കുകയില്ല, അല്ലേ? പൊറുക്കും, പക്ഷേ മറക്കുകയില്ല. വാക്കുകളൊക്കെ ഒത്തിരി സൂക്ഷിച്ചുപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ വാക്കുകൾക്ക് അഗ്നിയുടെ ശക്തിയാണ്. ഒന്ന് ചേർത്ത് നിർത്തുവാൻ ഈ നോമ്പ് നമുക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. സ്വന്തം കുരിശ് ചുമന്നുകൊണ്ട് കാൽവറിയിലേക്ക് യാത്രയായ തമ്പുരാന്റെ ചോരേറ്റ് വീഴുന്ന, ശരീരത്തിൽ വീഴുന്ന, വീണ്ടും വീണ്ടും വീഴുന്ന ചാട്ടവാർ അടികളുടെ ആ വേദനകളോട് കൂടെ ഒന്ന് നടക്കുവാനുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. പറുദീസയുടെ അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണമെങ്കിൽ ഈ നോമ്പ്, ഈ പ്രാർത്ഥന, ഉപവാസം അത് ദൈവത്തോടു കൂടി ആയിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. വളരെ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. കൽവറിയിലേക്ക് നീങ്ങുമ്പോൾ, നോമ്പിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ക്ഷമയുണ്ട്, അല്ലേ? കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ എന്താ? കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ നോമ്പ് നമ്മളോട് പറയുന്നുണ്ട്, നമുക്ക് ചുറ്റുമുള്ളതൊന്ന് ക്ഷമിക്കുവാൻ. മറക്കുവാൻ പറ്റാത്ത പലതും ജീവിതത്തിൽ എപ്പോൾ കിടന്നാലും കണ്ണിൻ്റെ മുമ്പിലേക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന പലതും നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവരും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ഒരു പ്രത്യാശയുടെ അനുഭവം. ആ വലതു ഭാഗത്തെ കള്ളനോട് തമ്പുരാൻ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോടുകൂടെ എവിടെയിരിക്കും? നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഒരു വലിയ പ്രത്യാശയുടെ അനുഭവം. നോമ്പെടുക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒന്ന് ക്ഷമയുടെ അനുഭവം ഉണ്ടാകണം. നമുക്ക് ചുറ്റും നമ്മളെ വേദനിപ്പിച്ചവരെ, നമ്മളെ കഷ്ടപ്പെടുത്തിയവരെ, നമ്മളെ പ്രയാസപ്പെടുത്തിയവരെ, നമ്മളെ കരയിപ്പിച്ചവരെ അവരോടൊന്ന് ക്ഷമിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. ഒരു പ്രത്യാശയുടെ അനുഭവം പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം. ഒരു കരുതലിൻ്റെ ചിത്രം കാണുവാനായിട്ട് സാധിക്കും. കുരിശ് കിടന്നുകൊണ്ട് തമ്പുരാൻ ആ വേദനയുടെ നടുവിൽ കിടന്നുകൊണ്ട് തമ്പുരാൻ പറയുന്നുണ്ട്, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഒരു കരുതലിൻ്റെ അനുഭവം കൂടി നമുക്ക് സാധിക്കണം. ഈ നോമ്പ് ഒരു മടങ്ങി വരുവാനുള്ള ആഹ്വാനം കൂടി നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നോമ്പ് മടങ്ങി വരുവാനുള്ള സമയം. നമ്മളൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാ. പണ്ട് കാലത്ത് മൊബൈൽ ഫോണ് നമുക്കറിയാം, ഈ നോക്കിയയുടെ ഫോണിനകത്ത് ഇല്ലാത്തൊരു ഫംഗ്ഷനാണ് ഈ ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ, അല്ലേ? ബാക്കപ്പ് ആൻഡ് റിസ്റ്റോർ. ലെറ്റ് us say ബാക്കപ്പ്, ടൈം ഫോർ ബാക്കപ്പ്. ഇത് ഒരു തിരിച്ചു വരവിൻ്റെ സമയമാണ്. ഒരു വലിയ സങ്കടമാണ്. പണ്ട് കാലത്ത് ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഫോട്ടോസൊക്കെ ഇട്ടിരിക്കുന്ന അതൊക്കെ, കോണ്ടാക്ട്സ് ഒക്കെ, നമ്മുടെ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന തലത്തിൽ നിന്ന് ഇന്ന്
ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ ഇനി ഏത് ഫോൺ നഷ്ടപ്പെട്ടാലും, ഇനി എത്ര ഫോട്ടോ നഷ്ടപ്പെട്ടെന്ന് പോയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും, ബാക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും, നമുക്കത് തിരികെ എടുക്കുവാനായിട്ട് പറ്റും. റേഷൻ കാർഡിൽ പേരില്ലെങ്കിലും ഗൂഗിൾ ഫോട്ടോസിൽ സ്ഥലം വാങ്ങിച്ചിട്ടേക്കുന്ന എത്ര ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയാമോ? അല്ലേ? റേഷൻ കാർഡിൽ സ്വന്തമായിട്ട് പേരില്ലെങ്കിലും എവിടെ സ്ഥലമുണ്ട്? ചെറുപ്പക്കാർക്ക് മനസ്സിലാവും, ഇരിക്കുന്ന അമ്മച്ചിമാർക്ക് പറഞ്ഞാൽ അത്ര കണ്ട് ക്ലിക്ക് ആവുകയില്ല. കാരണം ഒരു കാലഘട്ടത്തിലായിരിക്കുന്നത്. 2008 മെയ് 10 മേലോത്ത് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, മലയാളി, കുറച്ച് സ്ഥലം വാങ്ങി, 10 ഏക്കർ സ്ഥലം വാങ്ങി. ചാർലി എന്ന ഏരിയയില 10 ഏക്കർ സ്ഥലം വാങ്ങിയത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെയല്ല, എവിടെയാണ് വാങ്ങിച്ചതെന്ന് അറിയാമോ? നാസയുടെ അധീനതയിലുള്ള ചന്ദ്രനിലാണ് സ്ഥലം വാങ്ങിച്ചേക്കുന്നത്. പത്രത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ച് കാണാം. എവിടെയാണ് സ്ഥലം വാങ്ങിച്ചേക്കുന്നത്? ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ലാത്ത ഇടങ്ങളിൽ സ്ഥലം വാങ്ങിക്കുവാൻ നാം ഓടി നടക്കുമ്പോൾ ദൈവം നൽകിയ കരുതലിനെ ഒന്ന് ബാക്കപ്പ് ചെയ്യുവാൻ, റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നോമ്പെന്ന് പറയുന്നത് ഒരു മടങ്ങി വരവാണ്. അങ്ങനെ മടങ്ങി വന്ന 1-2 മഹത് വ്യക്തികളെ വളരെ വേഗത്തിൽ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്ന്, സുബോധത്തിലേക്ക് മടങ്ങി വന്ന ഒരു നഷ്ട മകനുണ്ട്. ആരാ? സുബോധത്തിലേക്ക് മടങ്ങി വന്ന ഒരു നഷ്ടമകൻ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം മുടിയനായ പുത്രൻ്റെ ഉപമ കാണുന്നുണ്ട്. അല്ലേ? ആര്യ? ഒത്തിരി കേട്ട, ഒത്തിരി വായിച്ചറിഞ്ഞ ഒരു കഥ, മുടിയനായ പുത്രൻ്റെ ഉപമ. ഈ ഒരു കഥ നടന്നതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ ഈ മുടിയനായ പുത്രൻ ഞാനാണെന്ന ബോധ്യം എനിക്കുണ്ട്. അവനെ സ്വീകരിച്ച അപ്പൻ എൻ്റെ സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണെന്ന ബോധ്യം എനിക്കുണ്ട്. മുടിയനായ പുത്രൻ്റെ ഉപമയിലേക്ക് വേഗത്തിലൊന്ന് മടങ്ങി വരുമ്പോൾ അവൻ തിരിച്ചിറങ്ങിപ്പോകുന്ന, ഡൗൺവേഡായിട്ട് തിരികെ ഇറങ്ങുന്ന 7 പടവുകളെ കുറിച്ച് പറയുന്നുണ്ട്. 1, 12-ാം വാക്യം. മുടിയനായ പുത്രൻ്റെ ഉപമ പറയുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഗീവ് മീ മൈ ഷെയർ, എൻ്റെ പങ്ക് എനിക്ക് തരിക. പല വീടുകളിലും പലയിടങ്ങളിലും കണ്ണുനീരിനും സങ്കടത്തിനും കാരണമാകുന്ന ഒരു വാക്ക് ഗീവ് മീ മൈ ഷെയർ. സെൽ വിൽ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിലേക്ക് അടങ്ങി. പല കുഞ്ഞുങ്ങളും പറഞ്ഞ് കണ്ണുനീര് മാതാപിതാക്കൾക്ക് സമ്മാനിക്കുന്നൊരു വാക്ക് എൻ്റെ അവകാശത്തെ എനിക്ക് തരിക. ഈ മുടിയനായ പുത്രൻ ഇറങ്ങിപ്പോകുന്ന 1-ാമത്തെ പടവ് എന്താ? അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുക. എൻ്റെ അവകാശത്തെ എനിക്ക് വാങ്ങുക. 2-ാമത്തെ പടവ് എന്താണെന്നറിയാമോ? അവൻ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ചു എന്ന. അല്ലേ? കളക്ട് ചെയ്തു, കിട്ടാവുന്നതൊക്കെ നേടിയെടുത്തു. നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് ചിന്തിക്കുമ്പോൾ, നാം ഇറങ്ങുന്ന, അപ്പനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 1-ാമത്തെ പടവ് ഏതാ? എൻ്റെ അപ്പൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി, എൻ്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിപരീതമായി ഞാൻ ഇറങ്ങുന്ന 1-ാമത്തെ പടവ് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യം. 2-ാമതായിട്ട് എനിക്ക് കിട്ടുന്നതൊക്കെ സെൽഫിഷായിട്ട്, സ്വാർത്ഥനായിട്ട് ഞാൻ നേടിയെടുക്കുക. 2-ാമത്തെ പടവേത? 1-ാമത്തെ പടവേത? സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുത്തു. 2, സകലവും സ്വരൂപിച്ചു. 3-ാമത്തെ പടവ് അവൻ സെപ്പറേറ്റ് ആവുന്നു, ദൂരദേശത്തേക്ക്. 13-ാം വാക്യത്തിൽ അതിൻ്റെ താഴോട്ട് വായിക്കും, സ്വരൂപിച്ച് എവിടേക്കാ പോകുന്നേ? ദൂരദേശത്തേക്ക്. മുടിയനായ പുത്രൻ അപ്പന്റെ സന്നിധിയിൽ നിന്ന് 7 പടവുകൾ താഴേക്ക് ഇറങ്ങുന്നു. 1-ാമത്തെ പടവ് അവൻ അപ്പനിൽ നിന്ന് മാറി ചിന്തിച്ച് എൻ്റെ എന്ന വാക്യത്തിലേക്ക് കടന്നു വരുന്നു. 2-ാമതായിട്ട് അപ്പനിൽ നിന്ന് കിട്ടാവുന്നതൊക്കെയും നേടിയെടുക്കുന്നു. 3-ാമതായിട്ട് അപ്പനിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ. ഈ മുടിയനായ പുത്രൻ ഞാനാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്നത്, തമ്പുരാനെ ഇതെൻ്റെ കഥയല്ലേ? തമ്പുരാനെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പറയുന്നത് എൻ്റെ കഥയല്ലേ? എത്രയോ തവണ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാതെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, കിട്ടുന്നതൊക്കെ നേടിയെടുക്കുന്നതുണ്ട്. 3-ാമത്തെ പടവ് അവൻ ദൂരദേശത്തേക്ക്, അപ്പനിൽ നിന്ന് നേരെ അകന്ന് യാത്രയാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും.
നാലാമതായിട്ട് 13-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നുണ്ട്, അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ചെന്ന് എന്തായെന്ന് പറയുന്നേ? ദുർനടപ്പുകാരനായി. അവൻ എങ്ങനെയുള്ളവനായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നത്. ആദ്യ വാക്യങ്ങളിലൊക്കെ കാണും, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അവർ വളരെ സന്തോഷത്തോടു കൂടി അപ്പം പറയുന്നതൊക്കെ അനുസരിച്ച് ജീവിച്ചൊരു മനുഷ്യൻ അപ്പനിൽ നിന്ന് സെപ്പറേറ്റ് ആകുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പരാജയം അവൻ അതുവരെയുള്ള ജീവിതം പോലെ അല്ല, മറിച്ച് എന്തായിട്ട് മാറ്റപ്പെടുക അല്ലേ? അവൻ ദുർനടപ്പുകാരനായിട്ട് മാറ്റപ്പെടും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓർക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ഇറങ്ങുന്ന 4ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകും. 5ാമതായിട്ട് നാം കാണുന്നുണ്ട്, 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവൻ കിട്ടിയതൊക്കെയും എന്തു ചെയ്തു? നാനാവിധമാക്കി നശിപ്പിച്ചു എന്നാ പറയുന്നത്. അവൻ കിട്ടിയതൊക്കെയും നാനാവിധമാക്കി നശിപ്പിച്ചു കളഞ്ഞു. ഓർക്കുക, ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ച എത്ര അനുഗ്രഹങ്ങളാ നമ്മളിങ്ങനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ ബാല്യത്തിൽ ഉത്സാഹമായിട്ട് പ്രാർത്ഥനയെ കണ്ടിരുന്ന നാം ഇന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ടോ? ദൈവത്തിൽ നിന്ന് എത്രയോ അകന്ന് യാത്ര ചെയ്യുന്നവരാ. കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ചവരാ നമ്മളാ. 6ാമതായിട്ട് നാം കാണുന്നുണ്ട്, അവൻ മറ്റുള്ളവരെ ആശ്രയിച്ചു. 15-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവൻ കിട്ടിയതൊക്കെയും നശിപ്പിച്ചു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് അവൻ ആ ദേശത്തെ പൗരന്മാരിൽ ഒരുവിനെ ചെന്ന് ആശ്രയിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ നിസ്സഹായതാവസ്ഥയില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയില്ല നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുവാനായിട്ട് പോകുന്നത്. എങ്ങനെയുള്ള മകനാണ്? ഒന്നോർത്ത് നോക്കി, അവൻ്റെ അപ്പൻ്റെ സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. ഇവിടെ അവസാനം കാണുന്നുണ്ട്, എൻ്റെ വീട്ടിലെ ബാലിക്കാർ തിന്ന് അവശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ മറ്റുള്ളവനെ ആശ്രയിച്ചിരിക്കുക. അടുത്ത വാക്യം, അവനിറങ്ങുന്ന 7ാമത്തെ പടവ് അവൻ എന്താഗ്രഹിച്ചെന്നാ പറയുന്നേ? എന്താഗ്രഹിച്ചു? പന്നികൾക്കുള്ള ഭക്ഷണം ആഗ്രഹിച്ചു എന്നാ പറയുന്നത്. പന്നികൾക്ക് കൊടുക്കുമെന്ന ഭക്ഷണം ആഗ്രഹിച്ചു. വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചു. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ ഏറ്റവും നികൃഷ്ടമായ ഒരു മൃഗമാണ് ആര്? അതിന് കൊടുക്കുന്ന ഭക്ഷണത്തെ ആഗ്രഹിച്ചൊരു മനുഷ്യൻ. അവൻ എവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത്? അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് വെട്ടുമാകുന്ന മകൻ. അവൻ 7 പടവുകൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. 1ാമത്തെ പടവ്, സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. അപ്പനിൽ നിന്ന് അകന്ന് മാറുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. സഹോദരങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നു മാറി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം. 1, അവൻ്റെ പങ്ക് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ചു. 1ാമത്തെ പടവ്. 2, കിട്ടുന്നതൊക്കെയും നേടിയെടുക്കുവാൻ ആഗ്രഹിച്ചു. 3ാമത്തെ പടവ്, അവൻ സെപ്പറേറ്റായി ദൂരദേശത്തേക്ക് യാത്രയായി ദുർനടപ്പുകാരനായി കിട്ടിയതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. അവസാനം മറ്റുള്ളവരെ ആശ്രയിച്ചു. ജീവിതത്തിൽ ഏറ്റവും നികൃഷ്ടമായത് ആഗ്രഹിച്ചു. ഇനി അവൻ തിരിച്ചു കയറുന്ന 7 പടവുകൾ കൂടിയുണ്ട്. അവൻ തിരിച്ചു കയറുന്ന 7 പടവുകൾ. ആ പടവുകൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. തിരിച്ചു കയറുന്ന പടവുകൾ 17-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവൻ എന്തുണ്ടായി? സുബോധം വന്നിട്ട് അവൻ എന്തു വന്നു? ഒരു തിരിച്ചറിവ് ഉണ്ടായി. 1ാമതായിട്ട് അവൻ തിരിച്ചു കയറുമ്പോഴുള്ള 1ാമത്തെ പടവ് സുബോധം ഉണ്ടായി എന്നാ പറയുന്നത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നില്ലാതെ പോകുന്ന ഈ ഒന്ന്, ദൈവത്തോട് നമുക്കുള്ള ബന്ധം. ദൈവം ആരാണ്? ദൈവം എന്താണ്? ദൈവം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തുന്നതെന്ന സുബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ 17-ാം വാക്യം, മുടിയനായ പുത്രൻ്റെ ഉപമയിൽ അവൻ തിരിച്ചു കയറുന്ന 1ാമത്തെ പടവ് നമ്മളോട് പറയുന്നുണ്ട്, അവന് സുബോധം വന്നിട്ട്. ആ ഒരു സുബോധത്തിലേക്ക് ഈ നോമ്പും ഉപവാസമൊക്കെ നമ്മളെ ക്ഷണിക്കുന്നത്. അവനൊന്ന് സുബോധം ഉണ്ടാകുന്നുണ്ട്, റിയലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അവൻ ചിന്തിച്ച. 2ാമതായിട്ട് പറയുന്നുണ്ട് 18-ാം വാക്യത്തിൽ, അവൻ എഴുന്നേറ്റൊരു തീരുമാനം എടുക്കുന്നുണ്ട്. എന്താ? അവൻ എഴുന്നേറ്റൊരു തീരുമാനമെടുക്കുക. ഒരു ശക്തിയുള്ള തീരുമാനമെടുക്കുവാൻ പലപ്പോഴും ഇന്ന് നമുക്ക് സാധിക്കാതെ പോകുന്നതാ നമ്മുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം. ഇവിടെ ഈ മകൻ അവൻ്റെ കഷ്ടതകളിൽ, അവൻ്റെ പ്രയാസങ്ങളിൽ, അവൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ അവൻ സുബോധം പ്രാപിക്കുന്നുണ്ട്. 2ാമതായിട്ട് അവൻ കീഴുന്ന പലവ് ഒരു തീരുമാനമെടുക്കുക. അല്ലേ? ഏറ്റവും കർത്താവിന് ഏറ്റവും തിരക്കുള്ള 2 മാസമാണ് നവംബർ, ഡിസംബർ. കാരണം എന്താണെന്ന് അറിയാമോ? ലോകത്തുള്ള എല്ലാ മനുഷ്യരും നന്നാവണമെന്ന് തീരുമാനം എടുക്കുന്നത് എപ്പോഴാ?
ഈ നവംബർ ഡിസംബർ മാസം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും തീരുമാനമെടുക്കും, കർത്താവെ കഴിഞ്ഞ വർഷം പോലെയല്ല, വല്ലോ നടന്നിട്ടുണ്ടോ? അടുത്ത വർഷം വീണ്ടും വരും, കർത്താവെ കഴിഞ്ഞ വർഷം പോലെയല്ല, ഈ വർഷം വീണ്ടും ഞാൻ. എത്ര വർഷമായിട്ട് നമ്മളിങ്ങനെ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക. എന്നാൽ ഈ മകൻ്റെ പടവുകളിൽ രണ്ടാമത്തെ കയറ്റത്തിൻ്റെ പടവ് എഴുന്നേറ്റൊരു തീരുമാനം എടുത്ത് അത് നടപ്പിലാക്കി എന്നാ പറയുന്നേ, അല്ലേ? തീരുമാനമെടുക്കുന്നവർ സൂക്ഷിക്കുക, അത് തീരുമാനത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കരുത്. അത് നടപ്പിലാക്കുമ്പോഴോ അപ്പൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നാണ് നമ്മൾ യാത്രയെങ്കിൽ എഴുന്നേറ്റൊരു തീരുമാനമെടുക്കണം, എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകണം. അപ്പോൾ മൂന്നാമതായിട്ടൊരു തീരുമാനം എടുത്ത തീരുമാനത്തിൽ കാണുന്നുണ്ട്. മൂന്നാമത്തെ പടവ് 19-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് റിപ്പൻറ്റൻസ്, അനുതാപം, മാനസാന്തരം, അല്ലേ? മാനസാന്തരത്തിലേക്ക് അവൻ കടന്നു വരുന്നുണ്ട്. എഴുന്നേറ്റ് തീരുമാനമെടുത്ത് എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം, എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക്, എൻ്റെ അപ്പൻ്റെ സന്തോഷത്തിലേക്ക് എനിക്കൊന്ന് മടങ്ങിപ്പോകണം. അവനങ്ങനെ മൂന്നാമത്തെ തീരുമാനമെടുക്കുന്നുണ്ട്, റിപ്പൻറ്റൻസ്. അവൻ കയറുന്ന മൂന്നാമത്തെ പടവ്. നാലാമത്തെ പടവ് അവൻ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നുണ്ട്. അനുതാപത്തോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഉറച്ച തീരുമാനമെടുത്ത്, സുബോധം വന്ന് എഴുന്നേറ്റ് നിന്ന് ഉറച്ച തീരുമാനമെടുത്ത് അനുതാപ ഹൃദയത്തോട് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്ന നാലാമത്തെ പടവ്. അഞ്ചാമത്തെ പടവിൽ നാം വായിക്കുന്നുണ്ട്, അവൻ അപ്പനോട് എന്ത് പറയുന്നുണ്ട്? അപ്പം ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. ഓരോ ഏറ്റുപറച്ചിലിൻ്റെ അനുഭവം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തമ്പുരാനെ, ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നൊന്ന് പരിശോധിക്കുവാൻ, ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്കിവിടെ നിൽക്കുവാനുള്ള യോഗ്യത എന്താണ് എന്നൊന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരേറ്റുപറച്ചിലിൻ്റെ അനുതാപം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആറാമതായിട്ട് അവൻ പറയുന്നുണ്ട് ഇവിടെ 22-ാം വാക്യത്തിൽ, അവൻ ഇത്രയും 5 പടവുകൾ കയറുമ്പോൾ, 1 അവൻ സുബോധം വരുന്നുണ്ട്, 2 അവൻ എഴുന്നേറ്റ് നിന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്, 3 അവൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് അനുതാപത്തോടുകൂടി മടങ്ങി ചെല്ലുവാൻ ആഗ്രഹിക്കുന്നു, 4 മടങ്ങി ചെല്ലുന്നുണ്ട്, 5 അപ്പനോട് ഏറ്റു പറയുന്നുണ്ട്. ഇനി 6ഉം 7ഉം അപ്പൻ്റെ സമ്മാനമാണ്. ആറാമത്തെ പടവിലേക്ക് അവനെ അപ്പൻ കൈപിടിച്ചുയർത്തിയ 22-ാം വാക്യം, അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന ഇവനെ ധരിപ്പിക്കുക. വേഗം മേൽത്തരമായ അങ്കി. ഈ മുടിയനായ പുത്രൻ്റെ ഉപമയിൽ നാം വായിക്കുന്നുണ്ട്, അവൻ കൊണ്ടുപോയതൊക്കെ നശിപ്പിച്ചു കളഞ്ഞു, അവൻ്റെ വെണ്മയുള്ള വസ്ത്രം നശിപ്പിച്ചു കളഞ്ഞു, അവൻ അഴുക്ക് പിടിച്ച് ദുർഗന്ധം വമിച്ച് അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു, അവനെ ചേർത്ത് നിർത്തിയിട്ട് തൻ്റെ ബാല്യക്കാരോട് പറയുക, ഇവൻ്റെ അഴുക്ക് വസ്ത്രമൊക്കെ എടുത്ത് മാറ്റി ഇവനെ എന്ത് ചെയ്യണം? വെറും വസ്ത്രമല്ല, അവൻ്റെ ശരീരത്തിലെ അഴുക്കുകളോ അവൻ്റെ ദുർഗന്ധമോ ഒന്നും അപ്പം നോക്കുന്നില്ല. അവനെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് പറയാം മേൽത്തരമായ അങ്കി, അല്ലേ? അവസാനം നാം കാണുന്നുണ്ട് 24-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, അവനെ അപ്പൻ്റെ സന്തോഷത്തിലേക്ക് ചേർത്ത് നിർത്തുക. ഈ മുടിയനായ പുത്രൻ്റെ ഉപമ എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്. ഈ നോമ്പ് ഒന്ന് തിരിച്ചു വരുവാനുള്ള കാലഘട്ടമാണ്. ദൈവസ്നേഹത്തിലേക്ക് നാം ഇറങ്ങിപ്പോയ പടവുകളിൽ നിന്ന് ഒന്ന് തിരിച്ചു കയറുവാനുള്ള കാലഘട്ടമാണ് നോമ്പിൻ്റെ കാലഘട്ടം. ഈ ഉപവാസം, ഈ നോമ്പ്, ഈ പ്രാർത്ഥന അനുതാപത്തോടുള്ള ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഈ അടുത്ത സമയത്ത് കേട്ട ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വാക്കുകളെ അവസാനിപ്പിക്കാം. ദീർഘകാലമായിട്ട് ഒരു 10-15 വർഷമായിട്ട് ഒരു അപ്പൻ മക്കളെ നന്നായിട്ട് വളർത്തിയ ഒരു അപ്പൻ്റെ അടുക്കൽ നിന്നൊരു മകൻ വീട് വിട്ടുപോയി. ഈ മുടിയനായ പുത്രനെ പോലെ കിട്ടിയതൊക്കെ നശിപ്പിച്ച് ഈ മകൻ തിരിച്ച് വരുവാനായിട്ട് ആഗ്രഹിച്ച്, അന്ന് ലാൻഡ് ഫോണേ ഉള്ളൂ, അപ്പനെ ലാൻഡ് ഫോണിൽ വിളിച്ചു, അപ്പാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസം, ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി വേദനകളാണ്, എനിക്ക് അപ്പൻ്റെ അടുക്കിലേക്കൊന്ന് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൻ അനുവദിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പാ ഞാൻ ആ വീടിൻ്റെ മുമ്പിലൂടെയുള്ള ബസ്സിലൂടെ നാളെ പോകും. ആ പോകുന്ന സമയം ഞാൻ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അപ്പൻ ആ മാവിൻ്റെ കൊമ്പിൽ ഒരു തുണി ഒന്ന് കെട്ടിയിടണം. ഇത്ര പറഞ്ഞ ആ മകൻ ഫോൺ വെച്ചു. അപ്പൻ ചെയ്യുമെന്നൊന്നും പ്രതീക്ഷയില്ല. പിറ്റേന്ന് ഈ സമയത്ത് മകൻ ഈ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ മാവിൽ ഒരു തുണിയല്ല, ഒത്തിരി തുണികൾ ഈ മകനെയും കാത്ത മാവിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അപ്പൻ്റെ
ചിത്രം കഥ വായിക്കുവാൻ മനസ്സിലായി. പ്രിയമുള്ളവരെ, നോമ്പ് അനുതാപത്തോടുകൂടി മടങ്ങി വരുന്നവർക്ക് ഒരു വലിയ ആശ്വാസമാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഈ നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു വാക്ക് വചനം പറയുവാൻ തക്കവണ്ണം, ഇവിടെ വരുന്നിടം വരെ എങ്ങനെയാണിത് പറയേണ്ടതെന്ന് യാതൊരു ബോധ്യവുമില്ല. പക്ഷെ ഇവിടെ നിന്നപ്പോൾ ഒരു പ്രയാസമില്ലാതെ ഈ 1 മണിക്കൂർ സമയം പൂർത്തീകരിക്കുവാൻ തമ്പുരാൻ നൽകിയ കൃപകൾക്കായിട്ട് മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിൻ്റെ സുഗന്ധം ആവോളം അനുഭവിച്ചുകൊണ്ട് ഈ പടവുകളിൽ നിന്നുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനത്തോട് ഒരു വാക്ക് സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം നൽകിയ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും അവസരം നൽകിയ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനോടും എൽദോ അച്ഛനോടും കെ വി പോൾ റമ്പാച്ചനോടും എല്ലാ വന്യരാവേദിക ശ്രേഷ്ഠരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.